ഇന്നലൊക്കെ പുത്തനത്താണി തിരക്ക് ഒഴിഞ്ഞതായിരുന്നു. ഇന്നിതാ തിരക്ക് ഭയങ്കര തിരക്കായിട്ടാ. ഇന്നലെ ഈ ഭാഗമാണ് കാണിച്ചിരുന്നത്. NH ഈ ഭാഗങ്ങൾ എന്ത് തിരക്കാണ് ഇപ്പോൾ കണ്ടില്ല. വണ്ടിയൊന്നും വല്ല മൂവ് ചെയ്യുന്നുള്ളൂ. NH മേലെയാണ് ഉണ്ടല്ലേ. ഇന്നലെ ഇതുവരെ വീടെടുത്തതിൽ ഫുള്ള് കാലിയാണ്. ഇന്നലെ ബന്ധമായതുകൊണ്ട് ഇട്ടാ കണ്ടില്ലേ. വെല്ല ചാടിക്കളിച്ച് വെല്ലേ പോകണുള്ളൂ. ഇതാണ് നമ്മളെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥകളും കാര്യങ്ങളും ഇട്ടാ. ഒരു വഴി കൂടെ ഓട്ടോറിക്ഷ, ഒരു വഴി കൂടെ ബൈക്ക്. അതാ കണ്ടില്ലേ. അങ്ങനെ അതാ അവിടെ ലൈനിങ്ങനെ നിൽക്കുന്നത് ബൈപ്പാസിൽ. ഇത് അന്നേരമൊക്കെ കാട്ടിയ ഭാഗമാണ് ഇതിട്ടാ. ഒരു 5:51 നേരാണ് ഇതിട്ടാ വൈകുന്നേരം. ഉണ്ടല്ലേ. അപ്പോൾ തിരൂർ റോട്ടിലേക്കുള്ള തിരക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ബൈപ്പാസ് ആയിട്ടാണ് ഈ തിരക്കിട്ടാ. ഇവിടെയൊക്കെ ഇന്നലെ എന്തൊരു ആ ഭാഗമൊക്കെ കാണിച്ചു. ഇന്നലെ ഒരു വഴി കൂടെ കല്ലും വണ്ടി, ഒരു വഴി കൂടെ ഓട്ടോറിക്ഷ, ഒരു വഴി കൂടെ കാറ്. ഇതാണ് പുത്തനത്താണി അങ്ങാടിയിലുള്ള ബൈപ്പാസിലെ തിരക്കിട്ടാ. ബൈപ്പാസ് എന്ന് പറയുന്നത് NH കയറുന്ന ബൈപ്പാസാണ്. നാരങ്ങ, മാങ്ങ, എല്ലാ സംഭവങ്ങളൊന്നും രാവിലെ വന്നാൽ നീറിയിലൊക്കെ കിട്ടിട്ടാ. ഈ ഭാഗത്ത് വന്നാലിട്ടാ മീനുകളൊക്കെ കിട്ടും. എല്ലാ സാധനങ്ങളും നമ്മളെ പോക്കരാക്കാൻ്റെ പച്ചക്കറി കടയാണ്. പോക്കരാക്കാൻ്റെ പച്ചക്കറി കട, ഫാർമസി, പോക്കരാക്കാൻ്റെ പച്ചക്കറി കട, മാനുവിൻ്റെ കട. അതുപോലെ തന്നെ MS വെജിറ്റബിൾ ഇട്ടാ. MS വെജിറ്റബിൾ പഴയ കടട്ടാ. ഹോൾസെയില് പഴയ പച്ചക്കറി ഇട്ടാ. എല്ലാ സാധനങ്ങളുണ്ട്. ചായക്കട, അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ. അങ്ങനെ ബൈപ്പാസ് തിരൂര് ഭാഗത്തേക്ക് പോണ വഴിയാണിത്. ഇങ്ങനെ പോയാൽ തിരുനാവായ, തുവക്കാട്, പറക്കല്ല്, അങ്ങനെ നമ്മളെ റൂട്ടിട്ടാ. ഇവിടെ ഇത്രയും ലൈനാണ് ഈ കാണുന്നത്. ഭയങ്കര തിരക്കാണ്. ബസ്സിന് കാത്തിക്കണ തുവക്കാട്, പാറക്കല്ല്, തിരൂര് ബസ്സിന് കാത്തിക്കുന്ന ആളുകളാണ്. കണ്ടില്ല അത്രയും ജനത്തിരക്ക്. ഇത് വാഹനത്തിരക്ക് കണ്ടില്ല. അത്രയും ബ്ലോക്കാണ് ഇവിടെ കാണുന്നുണ്ടാ. 6 മണിക്ക് 5 മിനിറ്റുള്ള വൈകുന്നേരം. ഇതുപോലൊക്കെ അങ്ങനെ റോങ്ങും കയറി വരും. ഇതൊക്കെ തന്നെ നമ്മളെ നാട്ടിലത്തെ അവസ്ഥ. തായ ഇതിൻ്റെ വഫാമാളിൻ്റെ ഭാഗം ഇവിടെ ഇതാ തയ്യല് ട്രേഡേഴ്സ്. ഇവിടെ ഇത്രയും ബ്ലോക്കാണ്. ഇത്രയും ബ്ലോക്ക്. തയ്യല്, പിന്നെ മിൽമ കട, ഫ്രൂട്ട്സ് കട, ബഷീറിൻ്റെ ഫ്രൂട്ട് കട, പച്ചക്കറി. ഇത് MS ഇട്ടാ താഴെയുള്ള ഹോൾസെയിഡ്. അപ്പോൾ ഇത്രയും വാഹനമാണ് ഇവിടെ ഈ തിരക്ക്.